ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി പഠിക്കാൻ പോകുന്നത് എന്താണ് ലീഡർഷിപ്പ് എന്നാണ്. ലീഡർഷിപ്പ് ഈസ് ആൻ ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ പ്രോസസ്. എ പേഴ്സൺ ലീഡർഷിപ്പ് പൊസിഷൻ എക്സിറ്റ് ഓൺലി ഇൻ റിലേഷൻ ടു പീപ്പിൾ, നോട്ട് തിങ്സ്. എ ലീഡർ വൺ ഹു ഹാപ്പൻ ടു ടോൾഡ് എ കൺട്രോൾ ഓവർ സം ഓഫ് ദി ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻസ്, ബിഹേവിയേഴ്സ് ഓഫ് എ സെറ്റ് ഓഫ് പീപ്പിൾ. ആരാണ് ലീഡർ? ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആക്ഷനെ, അവരുടെ ബിഹേവിയറിനെ, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും. അതിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തിയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ലീഡർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെയോ ബിഹേവിയറിനെയോ ആറ്റിറ്റ്യൂഡിനെയോ ആക്ഷനെയോ കൺട്രോൾ ചെയ്യുവാനോ, അതിനെ ചേഞ്ചസ് വരുത്തുവാനോ അതിനെ സ്വാധീനിക്കുവാനോ കഴിവുള്ള ഏതൊരു വ്യക്തിയും നമുക്കെന്ന് പറയാൻ സാധിക്കും. നമുക്ക് ലീഡർ എന്ന് പറയുവാൻ സാധിക്കും. It is always related to situation, which means the leader may effective one of the situation while ineffective in another. അതായത് ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പൊതുവായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഏറ്റവും ഇന്നെഫക്റ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെ തള്ളിക്കളയുകയും എഫക്റ്റീവായിട്ടുള്ള സാഹചര്യത്തെ സിദ്ധിച്ചെടുക്കുന്ന ആളുമായിരിക്കണം ആരെന്ന് പറയുന്നത്, ലീഡർ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അയാൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി അടുത്ത കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ടു ബി എഫക്റ്റീവ് ലീഡർ ഷുഡ് ചേഞ്ചസ് ഹിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സിറ്റുവേഷൻസ്. ഒരു അദ്ദേഹം നയിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പീപ്പിൾ നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലിലും ആ ഗ്രൂപ്പിലുള്ള ആളുകളെ നയിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ഓരോ സാഹചര്യത്തെയും ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുവാൻ വേണ്ടി ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണോ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ആ സ്റ്റൈലായിരിക്കണം അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ടത്. ആ തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെയോ ആക്ഷനെയോ ആറ്റിറ്റ്യൂഡിനെയോ ബിഹേവിയറിനെയോ നിയന്ത്രിക്കുകയും അവയിൽ വ്യത്യാസം വരുത്തുകയും അവയെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ട് പൊതുവായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി അവരെ നയിച്ചുകൊണ്ട് പോകുന്ന ഏതൊരു വ്യക്തിയും നമുക്കെന്ന് പറയാൻ സാധിക്കും, നമുക്ക് ലീഡർ എന്ന് പറയുവാൻ സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ലീഡർഷിപ്പിനുള്ളതെന്നാണ്. നമുക്ക് അതിനു മുമ്പ് ലീഡർഷിപ്പിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. ജോർജ് ആർ ടെറി. Leadership is the activity of influencing people to strive willingly for the group objective. ഒരു കൂട്ടം ആളുകളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ആളുകൾക്ക് നന്നായി പെർഫോം ചെയ്യുവാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്കെന്ന് പറയാൻ സാധിക്കും, നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാൻ സാധിക്കും. ഒരു ഗ്രൂപ്പിൻ്റെയോ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുവാൻ, നന്നായിട്ട് പെർഫോം ചെയ്യുവാൻ അവരെ സ്വാധീനിക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും നമുക്കെന്ന് പറയാൻ സാധിക്കും, നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയുവാൻ സാധിക്കും. ഇനി ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. ഗുഡ് ലീഡർഷിപ്പ് ഇറ്റ് സെൽഫ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ ദ ഇൻഡിവിജ്വൽസ്. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പം നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല എങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. ആ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസൊക്കെ ഇന്നെഫക്റ്റീവായിട്ട് മാറും അല്ലേ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ് ലീഡർഷിപ്പ് കൊണ്ടുള്ളത് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 രീതിയിലുള്ള പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. ഗുഡ് ലീഡർഷിപ്പ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ ഇൻഡിവിജ്വൽസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ സുപ്പീരിയേഴ്സായിട്ടുള്ള ആളുകളാണ് തങ്ങളെ നയിക്കുന്നതെങ്കിൽ, നല്ല രീതിയിലുള്ള ലീഡർഷിപ്പാണ് സുപ്പീരിയേഴ്സിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുവാനുള്ള ഒരു കാരണമായിട്ട് ആ ഒരു കാര്യം ആ ലീഡർഷിപ്പ് മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കഴിവുകൾ മുഴുവനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി മൊത്തം പുറത്തെടുത്ത്
അവർക്ക് വാക്കുകളാലും മറ്റ് മോണിറ്ററി ബെനിഫിറ്റുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർക്ക് ഒരു അവരുടെ കഴിവുകൾ പരമാവധി ബിസിനസ് ഓർഗനൈസേഷനിൽ അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ വേണ്ടി വിനിയോഗിക്കുവാൻ അവരെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് ലീഡർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷനിൽ വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇറ്റ് ക്രിയേറ്റ് ദ കോൺഫിഡൻസ് എമംഗ് ദ ഫോളോവേഴ്സ് ടുവേർഡ്സ് ദെയർ കപ്പാസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ക്രിയേറ്റ് ദ കോൺഫിഡൻസ് എമംഗ് ദ ഫോളോവേഴ്സ് ടുവാർഡ്സ് ദെയർ കപ്പാസിറ്റി. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ഗ്രൂപ്പിനെയും ഓരോ സെറ്റ് ഓഫ് പീപ്പിളെയും നയിക്കുന്ന ലീഡറിൻ്റെ ചുറ്റുമുള്ള എംപ്ലോയീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രൂപ്പുള്ള മറ്റു വ്യക്തികളായിക്കോട്ടെ, അവർക്ക് വർക്ക് ചെയ്യുവാനുള്ള അവരുടെ കോൺഫിഡൻസ് സൃഷ്ടിച്ചെടുക്കുവാൻ ലീഡറിന് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലീഡറും ആ ലീഡറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിക്കോട്ടെ, സെറ്റ് ഓഫ് പീപ്പിൾ ആയിക്കോട്ടെ, അവർക്ക് വർക്ക് ചെയ്യുവാനുള്ള, അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ചെയ്തു തീർക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ലീഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഇൻക്രീസ് ദ മൊറൈൽ ഓഫ് പീപ്പിൾ. ഹൈ മൊറൈൽ ലീഡ്സ് ടു ഹൈ പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയി ഗ്രൂപ്പിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസിനെയും നയിക്കുവാൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഗുണമുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ, ആ എംപ്ലോയി ഗ്രൂപ്പിലെ എംപ്ലോയീസിൻ്റെയും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിൻ്റെയും ആത്മധൈര്യം, ജോലി ചെയ്യുവാനുള്ള, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എത്ര കഠിനമായ ജോലി ചെയ്ത് തീർക്കുവാനുള്ള ആത്മധൈര്യം അവരുടെ മനസ്സിൽ കൂടും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവരുടെ ആത്മധൈര്യം കൂടും, അവരുടെ ആത്മവിശ്വാസം കൂടുമ്പോൾ അവരുടെ കഴിവുകൾ മുഴുവനും ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി വിനിയോഗിക്കുകയും അതുവഴി എന്താണ് ബിസിനസ് ഓർഗനൈസേഷനിൽ അവർ ചെയ്യുന്ന ജോലിയുടെ എഫിഷ്യൻസി കൂടുകയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പ്. എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് പ്രധാനമായിട്ടും ലീഡർഷിപ്പിന് ഉണ്ടാകേണ്ടത് എന്നാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് ലീഡർഷിപ്പിനുള്ളത് എന്നാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്തിനെയാണ് ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയോ അല്ല എങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെയോ ആറ്റിറ്റ്യൂഡിൽ, ആക്ഷനിൽ, ബിഹേവിയറിൽ കൺട്രോളുമുണ്ട്, നിയന്ത്രണവുമുണ്ട്. അതുപോലെ തന്നെ ആ വികാരങ്ങളെ, അവരുടെ ആക്ഷൻ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡിനെ ആയിക്കോട്ടെ, ബിഹേവിയറിനെ ആയിക്കോട്ടെ വ്യത്യാസം വരുത്താൻ സാധിക്കുന്ന, അതുപോലെ തന്നെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും അവരെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് നയിക്കുവാനും സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ലീഡർഷിപ്പിൻ്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത എന്താണ്? ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരുടെ പ്രവർത്തനത്തിലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിലും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരു പൊതുവായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ ആക്ഷനെയും അവരുടെ ബിഹേവിയേഴ്സിനെയും വ്യത്യാസം വരുത്തി നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ആണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലീഡർഷിപ്പ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തിയാണ്. മറ്റുള്ളവരുടെ ആക്ഷനെയോ അവരുടെ ബിഹേവിയറിനെയോ അവരുടെ ആറ്റിറ്റ്യൂഡിനെയോ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവയെ നിയന്ത്രിച്ചുകൊണ്ട്, അവയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, അവയെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു കാര്യം ചെയ്തെടുക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ്, ഒരു ഇൻഫ്ലുവൻസ് ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ലീഡർഷിപ്പ് ഈസ് റിലേറ്റഡ് ഇൻ എ സിറ്റുവേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? ലീഡർഷിപ്പ് ഈസ് റിലേറ്റഡ് ഇൻ എ സിറ്റുവേഷൻ. ആ കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, അല്ലേ? ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസം വരുന്ന ഒരു പ്രവർത്തന രീതിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിനോ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ലീഡർ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ അദ്ദേഹം ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് പീപ്പിളിനെ നയിക്കുന്ന ആ ഒരു ലീഡറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലിലും വ്യത്യാസം വരും, അല്ലേ? ഇന്നെഫക്റ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെ, ഇന്നെഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളായിരിക്കും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ലീഡർ ഉപയോഗിക്കുന്നത്.
തങ്ങളുടെ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ, അവരുടെ ആക്ഷനെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലീഡർഷിപ്പ് പ്രയോഗിക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിച്ചേക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വളരെയധികം വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ലീഡിങ് ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലീഡർഷിപ്പ് ഇസ് റിലേറ്റഡ് ടു എ സിറ്റുവേഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഓരോ സാഹചര്യത്തിലും ആപ്റ്റായ തരത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളായിരിക്കും ഒരു ലീഡർ ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ലീഡർഷിപ്പ് ഇസ് റിലേറ്റഡ് ടു എ സിറ്റുവേഷൻ. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടുന്ന ഒരു ലീഡിങ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ലീഡർഷിപ്പ് ഈസ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എറേസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ, അല്ലെങ്കിൽ എന്താണ്, ഒന്നോ ഒന്നിലധികമോ ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ബിൽഡപ്പ് ചെയ്യുകയും അവർ ഒരുമിച്ചിരുന്ന് ഒരു ജോലി ചെയ്യുവാൻ തയ്യാറാകുമ്പോഴും ആ ഒരു ഗ്രൂപ്പുള്ള കുറച്ച് ആളുകളെ ശരിയായ രീതിയിൽ ആ ഒരു പൊതുവായിട്ടുള്ള വർക്ക് ഒരുമിച്ചിരുന്ന് ഒരേ ശക്തിയോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി, ഒരേ കാഴ്ചപ്പാടോടുകൂടി ചെയ്തു തീർക്കുവാൻ വേണ്ടി നയിക്കുവാൻ പ്രാപ്തിയുള്ള ആ ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും ആ ഒരു ലീഡർഷിപ്പ് പദവി ഏറ്റെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ഒരു സ്ഥാനം എറൈസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും എറൈസ് ചെയ്ത് വരുന്നത്. ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഒന്നിലധികം ആളുകൾ കൂട്ടമായിട്ട് നിന്ന് ജോലി ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പ്രവർത്തന ശേഷിയെ, അല്ലെങ്കിൽ അധ്വാന ഫലത്തെ ആ ഒരു പൊതുവായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ആ പൊതുവായിട്ടുള്ള ലക്ഷ്യം ഒരുപോലെ നിന്ന്, ഒരേ ശക്തിയോടുകൂടി നിന്ന് ചെയ്തു തീർക്കുവാൻ വേണ്ടി ആ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആ തരത്തിൽ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്നും എറേസ് ചെയ്ത് വരുന്ന ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ്, അല്ലെങ്കിൽ ഒരു നയിക്കുവാനുള്ള ഒരു ലീഡിങ് ഫോഴ്സാണ് ഇതെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്. വർക്കിംഗ് എൻവയോൺമെൻറ്റിലുള്ള ഒന്നിലധികം ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ നയിക്കുക, അവരിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് അവരെ നയിക്കാൻ വേണ്ടി ആ ഒരു പദവിയിലേക്ക് കടന്നു വരിക എന്നീ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് ലീഡർഷിപ്പ്, എന്നീ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് സംഭവിക്കുന്നത് ഈ ലീഡർഷിപ്പിലായിരിക്കും. അപ്പോൾ ഇത് വർക്കിംഗ് എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ നയിക്കുവാൻ വേണ്ടി എറേസ് ചെയ്ത് വരുന്ന ഒരു ലീഡിങ് ഫോഴ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ആ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവായ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ഈ ഒരു ലീഡിങ് ഫോഴ്സിൻ്റെ പദവിയിലേക്ക്, അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന പദവിയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹമായിരിക്കും തങ്ങളുടെ ഗ്രൂപ്പുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ആക്ഷൻ എന്നിവയെ നിയന്ത്രിക്കുകയും ആ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ അധ്വാന ഫലത്തെയൊക്കെയും ആ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എറേസ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ വികസിച്ച് വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ലീഡർഷിപ്പ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്ന് പറയാൻ കാരണം, ഒന്നിലധികം ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് രൂപവൽക്കരിച്ചിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പുള്ള എല്ലാവരെയും ഒരുമിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻ്റ്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റിനെ അവരെ നയിക്കുവാൻ വേണ്ടി ലീഡർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ലീഡർ മറ്റുള്ളവരെയൊക്കെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വാധീനിച്ചുകൊണ്ട് ഈ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അവരുടെയൊക്കെയും അധ്വാന ഫലത്തെ അവരുടെയൊക്കെ അധ്വാന ഫലത്തെയും അവരെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എപ്പോഴും പ്രയത്നിക്കുന്നത്, അല്ലേ? അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ ലീഡിങ് ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ഒരു ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും. ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് ലീഡർഷിപ്പ് ഇസ് എ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് പ്രോസസ്. അതായത് ലീഡർ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം എന്തിനു വേണ്ടിയാണോ അല്ലെങ്കിൽ അദ്ദേഹം ഏത് ഗ്രൂപ്പിനാണോ നയിക്കുന്നത്, ഏത് ഗ്രൂപ്പിൻ്റെ ഏത് ലക്ഷ്യമാണോ നേടിയെടുക്കേണ്ടത്, അതിനുവേണ്ടി ആ ഗ്രൂപ്പുള്ള എല്ലാ വ്യക്തികളെയും സ്വാധീനിച്ചുകൊണ്ട് അവരുടെയൊക്കെയും പ്രവർത്തന ഫലത്തെ ഈ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, ഗ്രൂപ്പിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയായിരിക്കും ലീഡർ എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ സ്വാധീനിക്കുന്നത്. അതായത് ആ ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആ ഗ്രൂപ്പിനെ നയിക്കുന്ന വ്യക്തി ആ ഗ്രൂപ്പുള്ള അദ്ദേഹത്തെ പിന്തുടരുന്ന മറ്റു വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത്, അതായത് നേരിട്ട് ആശയവിനിമയം നടത്തി അവരുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്സ് എന്തെന്നും ആക്ഷൻസ് എന്തെന്നും ബിഹേവിയർ എന്തെന്നും മനസ്സിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ ആക്ഷനെയും അവരുടെ ബിഹേവിയറിലും ഈ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസമാണോ വരുത്തേണ്ടത് അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നേരിട്ട് അവരുമായിട്ട് ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ ആക്ഷനിലും അവരുടെ ബിഹേവിയറിലും ചേഞ്ചസ് വരുത്തി അത് ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡിനെയും ഈ ഒരു ആക്ഷനെയും ഈ ഒരു ബിഹേവിയറിനെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അവരുമായിട്ടൊരു വ്യക്തിഗത ബന്ധവും ഒരു ഫോമൽ ആൻഡ് ഇൻഫോമൽ റിലേഷൻഷിപ്പ് സ്ഥാപിച്ചുകൊണ്ടാണ്, അല്ലേ? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം ഇന്നതാണ് എന്നാൽ ലീഡർ പറയുകയും അതിനനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, ആക്ഷൻ എന്തൊക്കെയാണ്, ഓരോരുത്തരുടെ ചെയ്ത് തീർക്കേണ്ട ഓരോരുത്തരുടെ പെരുമാറ്റ രീതി എന്തൊക്കെയാണ് എന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുകയും ആ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളാണോ അതിന് വരുത്തേണ്ടത് അത് ആശയവിനിമയത്തിലൂടെ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഓരോ എംപ്ലോയിയുടെയും ആക്ഷനെയും ആറ്റിറ്റ്യൂഡിനെയും ബിഹേവിയറിനെയും ചേഞ്ചസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലീഡർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനുള്ള, അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലീഡിംഗ് ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലീഡർഷിപ്പ് ഈസ് എ സോഷ്യൽ ഇൻട്രാക്ഷൻ ഓർ ഇൻഫ്ലുവൻസ് പ്രോസസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തി മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകി അവരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു ലീഡിംഗ് ഫോഴ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ പോയിൻ്റാണ് ലീഡർഷിപ്പ് ഈസ് എ പവർ റിലേഷൻഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലീഡർ എന്ന് പറയുന്നത് ഒരു പവർ റിലേഷൻഷിപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും അധികാര ഉത്തരവാദിത്ത സ്ട്രക്ചർ ഘടന നിർവചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അധികാരമുള്ളതും ഏറ്റവും കൂടുതൽ പവർ ഉള്ളതുമായ വ്യക്തി എന്ന് പറയുന്നത് ലീഡർ ആയിരിക്കും. ആ ഒരു ഗ്രൂപ്പിൻ്റെ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി അതിൻ്റെ ഒരു ഘടന വിശദീകരിക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? നമ്മുടെ ലീഡറായിരിക്കും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹമായിരിക്കും ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുവാനും ആ ഗ്രൂപ്പുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും വർക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ആക്ഷൻ അനുസരിച്ചുകൊണ്ട് അവർക്ക് റിവാർഡ് കൊടുക്കുക, അവർക്ക് തെറ്റായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ വേണ്ടത്ര പണിഷ്മെൻറ്റ് കൊടുക്കുക. ഈ തരത്തിലുള്ള പവർ എപ്പോഴും സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ആ ഗ്രൂപ്പിൻ്റെ ലീഡറിലായിരിക്കും. ആ ഗ്രൂപ്പിനെ നയിക്കുവാനുള്ള അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ പവർ എല്ലാം കൂടുതലായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡറിലായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗ്രൂപ്പിനെ നയിക്കുന്ന ആ വ്യക്തിയുടെ അറിവായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവമായിരിക്കാം. ഈ തരത്തിൽ അദ്ദേഹത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും പവറും കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി തീരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നോളജിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ നിന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്നുമാണ് ആ ഗ്രൂപ്പുള്ള ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ആ ഗ്രൂപ്പുള്ള മറ്റ് എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള റിവാർഡ്സ് അതുപോലെ തന്നെ പണിഷ്മെൻറ്റ്സ് എന്നിവ കൊടുക്കുവാനുള്ള ഒരു അധികാരവും ഈ ഒരു നമ്മുടെ ലീഡറിൽ തന്നെയായിരിക്കും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ആ ഗ്രൂപ്പിൽ മറ്റുള്ള ആളുകളുമായിട്ട് എന്താണ് ഒരു അധികാര റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു പവർ റിലേഷൻഷിപ്പാണ് ആർക്കുള്ളത്? മറ്റുള്ളവരെക്കാൾ ഉയർന്ന ഒരു പവർ ഒരു അധികാരമാണ് ലീഡറിനുള്ളത്. ഒരു ഗ്രൂപ്പിൻ്റെ അധികാര സ്ട്രക്ചർ എടുക്കുമ്പോൾ അധികാര ഉത്തരവാദിത്ത സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പവറും ഏറ്റവും കൂടുതൽ അധികാരവും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡറായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇതിന് കാരണമാകുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആ ഗ്രൂപ്പിലുള്ള ആളുകളെ ശരിയായ രീതിയിൽ നയിക്കുവാൻ വേണ്ടി അവരെ സ്വാധീനിക്കുവാൻ വേണ്ടി അവരുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് റിവാർഡ്സും
പണിഷ്മെൻറ്റ്സും നൽകുവാനുള്ള അധികാരം എപ്പോഴും അദ്ദേഹത്തിലായിരിക്കും സെൻട്രലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രൂപ്പ് ലീഡേഴ്സും ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സും തമ്മിൽ ഒരു പവർ റിലേഷൻഷിപ്പും അവിടെ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിലെ അധികാരം കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നിവയിൽ നിന്നുമാണ് അദ്ദേഹത്തിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അറിവ് കൂടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ നോളജ് കൂടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ വ്യക്തിപ്രഭാവം കൂടിയ, മറ്റുള്ളവരെ നയിക്കാൻ ശേഷിയുള്ള വ്യക്തികളായിരിക്കും നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അധികാരങ്ങൾ സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത്. അവരായിരിക്കും മറ്റുള്ളവർ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലീഡറും ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സും തമ്മിൽ ഒരു അധികാര റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അധികാരവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇനി ലീഡർഷിപ്പ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി ലീഡർഷിപ്പിൻ്റെ മറ്റൊരു കാര്യമാണ്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. മറ്റുള്ള ലീഡറായിട്ട് ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പീപ്പിളെയോ നയിക്കുന്ന ലീഡറായിട്ടിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ നയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആക്ഷൻസിനെ, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ, അവരുടെ ബിഹേവിയേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ലീഡറായിട്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പിലുള്ള മറ്റ് വ്യക്തികളെ, മറ്റ് മെമ്പേഴ്സിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലീഡർഷിപ്പ് ഇസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. അതായത് ഒരു ബിസിനസ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലീഡർ നയിക്കുന്ന ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തന ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ആ ഗ്രൂപ്പിലുള്ള ആളുകളെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ശരിയായ രീതിയിൽ നയിക്കുവാനും എന്ത് ചെയ്യുന്നു, ആ ലീഡറായിട്ടുള്ള വ്യക്തി സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലൂടെ എന്ത് ചെയ്യുന്നു, ആ മറ്റുള്ളവരുടെ ആക്ഷൻസിനെ, ബിഹേവിയേഴ്സിനെ, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ സ്വാധീനിക്കുകയും ആ സാഹചര്യങ്ങളെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ മറികടക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യാസപ്പെടുത്തി ഏറ്റവും സങ്കീർണമായിട്ടുള്ള തലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് കൂടിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്ന പരിസ്ഥിതിയിലെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചുകൊണ്ട്, കോംപ്ലക്സ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ, അവരുടെ ബിഹേവിയേഴ്സിനെ, അവരുടെ ആക്ഷൻസിനെ സാഹചര്യങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ആ സാഹചര്യങ്ങളെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പാകത്തിനാക്കി ആ സാഹചര്യങ്ങളുടെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ പറ്റുന്ന തരത്തിലേക്ക് രൂപഭേദം വരുത്തി അതിന് രൂപഭേദം വരുത്തുവാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? എങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പിന് തങ്ങളുടെ ഏത് സാഹചര്യത്തിലും തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏത് സാഹചര്യത്തിൽ നിലനിന്ന് കഴിഞ്ഞാലും ആ ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻസ്, ബിഹേവിയേഴ്സ് എന്നിവയെ സ്വാധീനിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഇൻറ്റാഞ്ചിബിൾ, ഒരു ലീഡിംഗ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു സൈക്കോളജിക്കൽ ലീഡിംഗ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീഡർഷിപ്പിന് എന്ന് പറയാൻ സാധിക്കും, ലീഡർഷിപ്പ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ്, ലീഡർഷിപ്പ് ഈസ് നോട്ട് എ ബോസിസം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബോസിസം അല്ല, ഒരു മേലധികാരി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെയോ നമ്മൾ ബോസിസം എന്നുകൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ലീഡറായിട്ടുള്ള വ്യക്തി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ, ആ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ബോസിസം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത് നല്ലൊരു ലീഡർഷിപ്പിന് ചേർന്നൊരു കാര്യമല്ല. ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡറായിട്ടുള്ള വ്യക്തി ഒരു ബോസിസത്തിന് അടിമയാകരുത്. കാരണം അതൊരു ബോസിസം അല്ല. കാരണം ലീഡറായിട്ടുള്ള വ്യക്തി തങ്ങളുടെ ഗ്രൂപ്പുള്ള മെമ്പേഴ്സിനെ ഭീഷണിപ്പെടുത്തിയല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെയോ ലീഡറായിട്ടുള്ള വ്യക്തി ആ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, എല്ലാവരും പൊതുവായിട്ട് അംഗീകരിച്ചേക്കുന്ന ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കുവാൻ. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലീഡർക്ക് ശരിയായ രീതിയിൽ മറ്റുള്ളവരിൽ കൂടി ആ ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും അവിടെ ഒരു കൊയേഷൻ അവിടെ എന്താണ്, ഒരു കൊയേഷൻ ഫോഴ്സ് ആകരുത് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്
പറയുന്നത് ഒരു ബോസിസം ആകരുത്, അവിടെ എംപ്ലോയീസുള്ള അവിടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ വികാരങ്ങൾക്കോ അവരുടെ അവകാശങ്ങൾക്കോ ഒരിക്കലും എന്താണ് ഒരു അവരുടെ അവകാശത്തെ അവരുടെ വികാരങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയല്ല ആരെന്ന് പറയുന്നത് ലീഡർ എന്ന് പറയുന്നത്. പിന്നെയോ ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവരുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡ്സിനെയും ആക്ഷൻസിനെയും ബിഹേവിയേഴ്സിനെയും പോസിറ്റീവായ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തരത്തിൽ ആ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ആ മാർഗ്ഗത്തിൽ കൂടി എല്ലാവരെയും സന്തോഷപൂർവ്വം നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്തെന്ന് പറയുന്നത് ലീഡർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് എ ലീഡർ മസ്റ്റ് ഹാവ് ഫോളോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ലീഡർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ നയിക്കുന്ന ലീഡിങ് ഫോഴ്സുള്ള ആളായിക്കോട്ടെ, നേതൃത്വ പദവി വഹിക്കുന്ന ആളായിക്കോട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്ത് തീർക്കുവാൻ മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പിന്തുടരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നേതൃത്വ പദവിക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ അല്ലേ. അദ്ദേഹം പറയുന്ന ജോലികൾ ഏറ്റെടുത്ത് അത് ചെയ്ത് പൂർത്തിയാക്കാൻ സജ്ജരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ആ ഒരു ലീഡറിൻ്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളായി മാറുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡറെ ആദ്യം തന്നെ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവർ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിലും അതിനുശേഷം ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുവാനും അത് അനുസരിക്കുവാനുള്ള മനോഭാവം ആ ഒരു ലീഡറിൻ്റെ ചുറ്റുമുള്ള വ്യക്തികൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ലീഡറായിട്ടുള്ള വ്യക്തിക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ശരിയായ രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നേതൃത്വ പദവി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഒരു ലീഡർഷിപ്പ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. ഇനി 10ാമത്തെ പോയിൻ്റാണ് ലീഡർഷിപ്പ് മസ്റ്റ് സെറ്റ് ആൻ ഐഡിയൽ ബിഫോർ ഹിസ് ഫോളോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലീഡർ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള ആളുകൾക്ക്, അതായത് ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിനെ നയിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പുള്ള മെമ്പേഴ്സിനെ മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത് ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത സ്വഭാവ സവിശേഷതകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവർക്ക് ഇദ്ദേഹം നല്ലതാണ്, ഇദ്ദേഹത്തെ മാതൃകയാക്കാം, ഇദ്ദേഹത്തിൻ്റെ വ്യക്തിഗത സ്വഭാവ സവിശേഷത നല്ലതാണ്, ഇദ്ദേഹത്തെ പിന്തുടരുവാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിഗത പ്രഭാവത്തെ മാതൃകയാക്കുവാൻ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് തോന്നിയിട്ടുണ്ടാകണം. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം, അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ നയിക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഒരുമിച്ച് ചേർക്കുവാനും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരിൽ കൂടി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ലൊരു വ്യക്തിപ്രഭാവത്തിനും വ്യക്തിത്വ മാതൃകയുമുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഗ്രൂപ്പിനെ നയിക്കേണ്ടത്. ഇത്രയുമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഒരു ഗ്രൂപ്പിനെ ആയിക്കോട്ടെ അല്ല എങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ ആയിക്കോട്ടെ നയിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ലീഡർമാരാണുള്ളത്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ നയിക്കുവാൻ ശേഷിയുള്ള ലീഡേഴ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ 1ാമത്തെ ലീഡറാണ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് ഒരു ഇൻഡിവിജ്വൽ ലീഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ അവർക്ക് ഒരു പ്രത്യേക മേഖലയിൽ പ്രത്യേക പരിജ്ഞാനവും പരിശീലനവും വളരെയധികം വൈദഗ്ധ്യമുള്ളവരായിരിക്കും ഇൻഡിവിജ്വൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവർ ഏത് മേഖലയിലാണോ അവർ ആ ഒരു ഇൻഡസ്ട്രിയെ നയിക്കുന്നത് ആ മേഖലയിൽ ഇവർക്ക് പ്രത്യേക പരിശീലനവും പരിജ്ഞാനവും വളരെയധികം വൈദഗ്ധ്യവും വളരെയധികം അറിവും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരെ ആ ഒരു മേഖലയിലെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെയും എന്ത് ചെയ്യുന്നു, ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായം ആരായുവാനും ഒപ്പീനിയൻ ശേഖരിക്കുവാനും വേണ്ടി ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്പെഷ്യലിസ്റ്റ്, അഡ്വർടൈസിങ് സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിങ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നീ ആളുകളൊക്കെ എന്തായിരിക്കും, എന്നീ ആളുകളൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹം ലീഡറായിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൽ കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റലിജൽ കപ്പാസിറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ആ ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹത്തെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ മൊത്തം എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകൾ ആ ഒരു മേഖലയിൽ
മേഖലയിൽ ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻസും ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ പരിജ്ഞാനം ഉണ്ടാവുകയും പ്രത്യേക മേഖലയിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള വ്യക്തികളെ, പ്രത്യേക വലിയ അറിവുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഈ തരത്തിൽ പ്രത്യേക മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റ് ഓഫ് പീപ്പിൾ അവർ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ ഇത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു മേഖലയിലുള്ള ആളുകളെ നയിക്കാൻ വേണ്ടി ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസ് അനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഒരു പ്രത്യേക മേഖലയിലുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിനെയോ അല്ല എങ്കിൽ ഒരു ടീമിനെയോ നയിക്കുവാനായിട്ട് അയാളെ ലീഡറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഹോൾഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ആ പൊസിഷൻ്റെ ഇമേജ് കൊണ്ട് അവർക്ക് കിട്ടുന്ന ലീഡർഷിപ്പിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ അവർ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു പൊസിഷൻ്റെ ഇമേജ് കൊണ്ട് അവർക്ക് കിട്ടുന്ന ലീഡർഷിപ്പിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് അവരാ ഒരു ഇന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത്, അവരുടെ സ്ഥാനത്തിന് ഉള്ള ഇമേജ് കൊണ്ട് ബാക്കിയുള്ള ആളുകൾ അവരെ ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ വളരെയധികം റെസ്പെക്റ്റോടു കൂടി സ്വീകരിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ ഒരു പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള ഉയർന്ന സ്ഥാനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നത് വഴി ബാക്കിയുള്ളവരെ നയിക്കുവാനുള്ള അധികാരം ലഭിക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻസിന് അനുസൃതമായിട്ടുള്ള ബഹുമാനവും റെസ്പെക്റ്റും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഇരുന്നുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ നയിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ട കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊസിഷൻ മൂലം ലഭിക്കുന്ന ഇമേജിൻ്റെയും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ നയിക്കുകയും മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടഡ് ലീഡേഴ്സ്, ഇത് പേര് പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരു ലീഡർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെയോ സുപ്രധാന തീരുമാനങ്ങളിൽ തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൺസൾട്ടേഷൻ കൂടി സ്വീകരിക്കുന്നു. അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനോടും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ലീഡേഴ്സ് ആ ഒരു ഗ്രൂപ്പിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ തരത്തിലുള്ള ലീഡേഴ്സുള്ള ഗ്രൂപ്പിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും തങ്ങളുടെ അഭിപ്രായം പറയുവാനും അതുപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും എന്ത് ചെയ്യുന്നു, തങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അതുപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം ലഭിക്കുന്നു. ഇതുകൂടാതെ തന്നെ എന്താണ്, ആ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള മജോറിറ്റീസ് ഓഫ് ഒപ്പീനിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ലീഡർ എന്ത് ചെയ്യുന്നത്, സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരവും അതുപോലെ തന്നെ പവറും ലഭിക്കുന്നു ഈ തരത്തിലുള്ള ലീഡേഴ്സ് നയിക്കുന്ന ഗ്രൂപ്പിൽ. അപ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ തുല്യ പങ്കാളിത്തത്തോടു കൂടി സബോർഡിനേറ്റ്സിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിപ്രായം പറയുവാനും ഒപ്പീനിയൻസ് അവതരിപ്പിക്കുവാനുമുള്ള പങ്കാളിത്തം നൽകിക്കൊണ്ട് മജോറിറ്റീസ് ഗ്രൂപ്പിൻ്റെയും ആ ഒരു ഗ്രൂപ്പിൻ്റെ മജോറിറ്റീസ് ഓഫ് ആളുകളുടെയും അഭിപ്രായത്തെ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായമായിട്ട് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ലീഡർ ആയിട്ടുള്ള എംപ്ലോയീസ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് പദവിയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡെമോക്രാറ്റിക് ലീഡേഴ്സ് അഥവാ കൺസൾട്ടീവ് ലീഡർഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നയിക്കുന്ന ഡെമോക്രാറ്റിക് ലീഡേഴ്സ് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും ആ ഒരു ഗ്രൂപ്പിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അഭിപ്രായം പറയുവാനും ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. അങ്ങനെ സബോർഡിനേറ്റ്സിൻ്റെയും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയും തുല്യ പങ്കാളിത്തത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ മജോറിറ്റീസ് ഓഫ് ആളുകളുടെയും അഭിപ്രായം എന്തായിരിക്കും അതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള
പൊതുവായിട്ടുള്ള അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഡിസിഷൻസ് ആയിട്ട് ഈ ലീഡർ എടുക്കുക. ഇങ്ങനെ സബോർഡിനേറ്റ്സിലേക്കും ഡിസിഷൻസ് എടുക്കുവാനുള്ള അധികാരം വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നു ഈ തരത്തിലുള്ള ലീഡർഷിപ്പിൽ കൂടി. അങ്ങനെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെയും കൺസൾട്ടേഷൻ്റെ സഹായത്തോടു കൂടി ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്ന ലീഡർഷിപ്പ് പദവിയാണ് നമ്മൾ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ തരത്തിലുള്ള ഗ്രൂപ്പിനെ നയിക്കുന്ന ലീഡേഴ്സിനെയാണ് ഡെമോക്രാറ്റിക് ലീഡർ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ്, അല്ലെങ്കിൽ വിപരീത പദമാണ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിലാണെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാ എംപ്ലോയീസിനും, സബോർഡിനേറ്റ്സ് ഉള്ള എല്ലാ എംപ്ലോയീസിനും ഒപ്പീനിയൻസ് അവതരിപ്പിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. എല്ലാ സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളുടെ കൺസൾട്ടേഷനോട് കൂടിയും ആ ഗ്രൂപ്പിൻ്റെ മജോറിറ്റീസ് ഓഫ് ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. എന്നാൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലീഡറായിട്ടുള്ള ആളായിരിക്കും സുപ്രീം പവർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബോസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ഒരിക്കലും സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഉണ്ടാകുന്നില്ല. സുപ്പീരിയേഴ്സ് ഉള്ള എംപ്ലോയീസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഓർഡറുകളായിട്ട്, കമാൻഡുകളായിട്ട് സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അവർ വഴി അവരെ ഒരു ബോസ് എന്ന നിലയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിച്ച് അവരെ നിർബന്ധിതമായിട്ട് സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസിനെ ആ കമാൻഡുകൾക്കനുസരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള ലീഡർഷിപ്പാണ് പെർസ്വാസീവ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പെർസ്വാസീവ് ലീഡർ എന്ന് പറയുന്ന ആളുകളിൽ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി പൊസസ് ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് പെർവാസീവ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുമുള്ള ഒരു ഇൻബോൺ ക്വാളിറ്റി അവർക്ക് ജന്മസിദ്ധമായിട്ട് തന്നെയുണ്ട്. അവരുടെ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആളുകൾ അവരെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവരുടെ പൊസിഷൻ അടിസ്ഥാനത്തിലോ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിൻ്റെ പദവിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റു വ്യക്തികൾ ഇവരെ ബഹുമാനിക്കുകയും ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു. പിന്നെയോ അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനും മറ്റുള്ളവരുടെ ആക്ഷനെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സിനെ ബിഹേവിയേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി തങ്ങളുടെ വശത്താക്കി മാറ്റുവാനുമുള്ള ഒരു ജന്മസിദ്ധമായിട്ടുള്ളൊരു ക്വാളിറ്റി ആർക്കുണ്ട്, ഈ തരത്തിലുള്ള ലീഡേഴ്സിനുണ്ട്. ഇതെന്ന് പറയുന്നത് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല, അവർക്ക് ജന്മസിദ്ധമായിട്ട് അവരിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവരുടെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് ഇവർക്ക് മറ്റുള്ളവരെ നയിക്കുവാനും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാനുമുള്ള ഒരു എബിലിറ്റി അവരിൽ ഇൻബോൺ ആയിട്ട് തന്നെയുണ്ട്, ജന്മസിദ്ധമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ ഇവരെ ബഹുമാനിക്കുകയും ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ഇവരെ പിന്തുടരുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് നമ്മൾ പെർസ്വാസീവ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ലീഡറാണ് ക്രിയേറ്റീവ് ലീഡർ എന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റീവ് ലീഡർ എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സർക്കുലർ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തങ്ങളുടേതായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും അതുപോലെ തന്നെ എന്താണ് മറ്റു ഗ്രൂപ്പുള്ള മെമ്പേഴ്സിൻ്റെ ഐഡിയാസും ശേഖരിക്കുന്നു. അങ്ങനെ സർക്കുലേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ശേഖരിച്ചതിന് ശേഷം, അതായത് ഗ്രൂപ്പുള്ള മെമ്പേഴ്സിൻ്റെയും തങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു. ആ തരത്തിലുള്ള ലീഡേഴ്സിനെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ക്രിയേറ്റീവ് ലീഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഗ്രൂപ്പുള്ള മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ഐഡിയാസ് ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ള ഒരു ഐഡിയ സെലക്ട് ചെയ്ത് തങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പ് നേരിടുന്ന പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. ആ തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ലീഡേഴ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ക്രിയേറ്റീവ് ലീഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് ലേസർ ഫെയർ ലീഡേഴ്സ് എന്ന് പറയുന്നത്, ഫ്രീ റെയിൻ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ലേസി ഫെയർ ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ലീഡേഴ്സിനേക്കാളും അല്പം കൂടി ലിബറൽ ആയിട്ടുള്ള ലീഡറാണ് നമ്മുടെ ലേസി ഫെയർ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ അധികാരവും ലീഡറിൽ നിന്നും സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലീഡർ എന്ന് പറയുന്ന ഒരു പദവി കേവലം ആ ഒരു വാക്കുകളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. കേവലം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു മാത്രം. അതിനുവേണ്ടി മാത്രം ലീഡർഷിപ്പ് ഉപയോഗിക്കുന്നു. ബാക്കി എംപ്ലോയീസുള്ള ആളുകൾക്ക് ആ ഗ്രൂപ്പിൻ്റെ എന്ത് കാര്യങ്ങൾക്കും എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലാക്കുവാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനുള്ള എല്ലാ അധികാരവും ലീഡറിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും അവർ ആ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഒക്കെ അവർ തന്നെ സ്വയം തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡറായിട്ടുള്ള ആളുകൾ ആ ഒരു സബോർഡിനേറ്റ്സുള്ള ആളുകൾക്ക് വേണ്ടി ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സുകൾ എന്നിവ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുവെന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാ അധികാരവും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് സബോർഡിനേറ്റ്സിൻ്റെ കൈകളിലായിരിക്കും. സബോർഡിനേറ്റ്സിൻ്റെ കൈകളിലേക്ക് ലീഡറിൽ നിന്നും അധികാരങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീഡമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സബോർഡിനേറ്റ്സുള്ള ആളുകൾ അവരുടെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ സ്വയം തീരുമാനമെടുത്ത് എഫിഷ്യൻ്റായ രീതിയിൽ അവർ സ്വയം ചെയ്ത് തീർക്കുകയും ചെയ്യുന്നു. ഓക്കെ, ആ തരത്തിലുള്ള ലീഡർഷിപ്പിനെയാണ് നമ്മൾ ലേസി ഫെയർ ലീഡേഴ്സ് അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലീഡർഷിപ്പ് ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഒരു ഗുഡ് ലീഡർ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റിയാണ് ടെക്നിക്കൽ ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ. അദ്ദേഹം ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ അദ്ദേഹം ലീഡറായിട്ടിരിക്കുന്നത് ആ മേഖലയിൽ അദ്ദേഹത്തിന് ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവും പൊതുവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, പൊതുവായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റിയായിട്ട് പറയുന്നത്. അദ്ദേഹമായിരിക്കുന്ന മേഖലയിൽ പൊതുവായിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ പൊതുവായിട്ടും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു പരിജ്ഞാനവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ്. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുവാനും മറ്റുള്ളവരുമായിട്ട് എളുപ്പത്തിൽ ആശയവിനിമയം നടത്തുവാനും ഉള്ള ഒരു കഴിവ് നല്ലൊരു ലീഡറിനുണ്ടായിരിക്കണം. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ എളുപ്പത്തിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഒരു എബിലിറ്റിയും ഉള്ള വ്യക്തിയായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എനർജി. അയാൾ എന്ന് പറയുന്ന മാനസികമായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ഉണ്ടാകുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ അതായത് എന്ത് വിഷയം എന്ത് പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാലും അവയെ പരിഹരിക്കുവാൻ അദ്ദേഹം മാനസികമായിട്ട് നല്ല മനക്കട്ടിയുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ അയാൾ ഫിസിക്കലി ഫിറ്റുമായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ നല്ല രീതിയിൽ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ആൻഡ് ഇമാജിനേഷൻ. അടുത്താണ് ഇനീഷ്യേറ്റീവ് ആൻഡ് ഇമാജിനേഷൻ. അതായത് എന്തൊരു കാര്യം പ്ലാൻ ചെയ്യുവാനും മുൻകൈ എടുത്ത് നടത്തുവാനും കപ്പാസിറ്റിയുള്ള വ്യക്തിയായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ലോയാലിറ്റി. അതായത് ഉത്തരവാദിത്വ ബോധവും സത്യസന്ധതയുമുള്ള വ്യക്തി കൂടിയായിരിക്കണം ആരെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലീഡർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ചാമിങ് ഓഫ് പേഴ്സണാലിറ്റി. അതായത് മറ്റുള്ളവരെ നയിക്കുവാനും മറ്റുള്ളവരെ തങ്ങളുടെ നേതൃത്വ പദവിയിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ നേതൃത്വം നൽകുന്നതിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നവരായിരിക്കണം നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള വശത്തേക്കാക്കി മാറ്റി തങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ മറ്റുള്ളവരിൽ കൂടി നേടിയെടുക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. ഇനി മറ്റുള്ളൊരു കാര്യമാണ് എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ്. അതായത് നല്ല രീതിയിൽ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മച്യൂരിറ്റി ആൻഡ് ടാക്ട്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല ആത്മവിശ്വാസമുള്ള ആളായിരിക്കണം. രണ്ടാമത്തെ കാര്യം പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ പക്വത വെച്ച് പുലർത്തുന്ന ആളായിരിക്കണം. പിന്നെ ടാക്ട്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയപരമായിട്ട് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. അതായത് ദേഷ്യപ്പെടാതെ തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ നയപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് അവരിൽ കൂടി തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള നയമുള്ള ആ വ്യക്തികളായിരിക്കണം ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് വൈഡ് നോളജ് ആൻഡ് ഹൈ ഇൻ്റലിജൻസ് ആൻഡ് ഓർഗനൈസിംഗ് എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് രണ്ടാമത്തെ കാര്യം വൈഡ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ അറിവും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിശക്തി ഉള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവുമുള്ള വ്യക്തിയായിരിക്കണം ഗുഡ് ലീഡർ എന്ന് പറയേണ്ടത്. പിന്നെ ഇനി അടുത്തൊരു ക്വാളിറ്റിയാണ് മാനേജ്മെൻറ്റ് സ്കിൽ ആൻഡ് റെസ്പെക്ട് ഫോർ മോർ വാല്യൂസ്. അതായത് ചില മൂല്യങ്ങളും ചില തത്വങ്ങളും പാലിക്കുന്ന വ്യക്തികളായിരിക്കണം ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. സത്യസന്ധത, അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ ന്യായമായ രീതിയിൽ പക്ഷാപാതരഹിതമായി പെരുമാറുക, ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്നവരായിരിക്കണം ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇവരുടെ മറ്റൊരു ഗുണമാണ് അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അക്സെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുവാനും സ്വീകരിക്കുവാനുള്ള ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരിക്കണം. അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കണം ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് എബിലിറ്റി ടു കമാൻഡ് റെസ്പെക്റ്റ്. അതായത് മറ്റുള്ള ആളുകളെ, തങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, തങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, തങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, അവരെ ബഹുമാനിക്കുവാൻ, അവർക്ക് വ്യക്തിഗത ബഹുമാനം നൽകുവാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം നല്ലൊരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഗുഡ് ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നൊരു കാര്യം, ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരു ലീഡറിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഈ എബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തങ്ങളുടെ ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് സ്ഥാനം നൽകുമ്പോൾ അദ്ദേഹം ആ ചെയ്യുന്ന ലീഡർഷിപ്പ് ജോലിയിൽ അദ്ദേഹം വെച്ച് പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആയിരിക്കണം ഒരു ലീഡർ, അദ്ദേഹത്തിൻ്റെ പദവി വഹിക്കേണ്ടത്, അതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകളും അതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിരിക്കുന്ന ലീഡർഷിപ്പ് ടൈപ്പുകളുടെ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വരുന്നുണ്ട്. ലീഡർഷിപ്പ് ടൈപ്സ് ലീഡർഷിപ്പ് പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ലീഡേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പലതരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, പലതരത്തിലുള്ള ലീഡർമാരെ പറ്റി അല്ലേ. അതിൻ്റെ അകത്തെ കുറച്ച് ലീഡർഷിപ്പ് കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ലീഡർഷിപ്പ് ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കൂട്ടം എംപ്ലോയീസിനെ നയിക്കുവാനുള്ള ഒരു നേതൃത്വ പദവി നൽകുമ്പോൾ അദ്ദേഹം ആ ഒരു നേതൃത്വ പദവിയിൽ അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്നത്, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആ ലീഡർഷിപ്പ് പദവി അദ്ദേഹം ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുന്ന ആ ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്തൊക്കെ തരത്തിലുള്ള പോരായ്മകളും എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെ ലീഡറായിട്ട് ആ പദവിയിൽ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടായിരിക്കും. അതിനെയാണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയായിരിക്കാം ഓരോ ലീഡർമാരും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അവരുടെ ആ ലീഡറിൻ്റെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ്, അദ്ദേഹം കീപ്പ് ചെയ്യുന്ന വാല്യൂ സിസ്റ്റം എന്നിവയിൽ നിന്നുമൊക്കെയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പെരുമാറുന്ന രീതി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഏതൊരു ലീഡറാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അദ്ദേഹം കീപ്പ് ചെയ്യുന്ന വാല്യൂസ്, മോറൽ വാല്യൂസ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണാലിറ്റി, ഇതിൻ്റെ ഒക്കെയും ഒരു സംയുക്ത രൂപമാണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു നേതൃത്വ പദവിയിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ന് പറയാൻ സാധിക്കും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലീഡർഷിപ്പ് ബിഹേവിയറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ലീഡർഷിപ്പ് സ്റ്റൈലായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലീഡർമാരുടെയും ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും നേതൃത്വ പദവിയിൽ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവരുടെ നേതൃത്വ സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളുടെ പ്രധാനപ്പെട്ട പോരായ്മകളും പ്രധാനപ്പെട്ട ലിമിറ്റേഷനുകളും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഒരു ലീഡറിന് അയാളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഓർഗനൈസേഷൻ്റെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സായിട്ടുള്ള വ്യക്തികളുടെ വ്യക്തിപ്രഭാവവും അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെയും ചേർന്നാണ് ഒരു ലീഡർക്ക് അയാളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ചുകൊണ്ട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചും എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളായിരിക്കും ഓരോ ലീഡേഴ്സും അവരുടെ ലീഡർഷിപ്പ് പദവിയിലായിരിക്കുമ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉള്ളതെന്ന്. ഒന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ആൻഡ് ഓതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ഓതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് പദവി വഹിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പുകൾക്ക് വേണ്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും പോളിസീസ്, പ്ലാൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നതും. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിലോ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ യാതൊരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റും പാർട്ടിസിപ്പേഷൻസും ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ആ ലീഡർഷിപ്പ് പദവി വഹിക്കുന്ന ആൾ തന്നെയായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ എല്ലാ സുപ്രധാന കാര്യങ്ങളിലും സുപ്രധാന തീരുമാനം എടുക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. ആ തീരുമാനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കമാൻഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഓർഡർ രൂപത്തിലോ സബോർഡിനേറ്റ്സിലേക്ക് കൈമാറുകയും അവരെക്കൊണ്ട് ഇത് അനുസരിപ്പിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ഒരു ബോസ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തന്നെ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിന് വേണ്ട സുപ്രധാന തീരുമാനങ്ങളും പോളിസീസ്, പ്ലാൻസ് എന്നിവ ഇദ്ദേഹം തന്നെ സ്വയം എടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ തന്നെയായിരിക്കും ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുവാൻ വേണ്ടിയുള്ള അധികാരങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും അത് നടപ്പിലാക്കാനുള്ള അധികാരവും എപ്പോഴും അദ്ദേഹത്തിൽ തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കൈകളിലേക്ക് അദ്ദേഹം അദ്ദേഹം അധികാര കൈമാറ്റം നടത്തുന്നില്ല. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനോ അതിൽ പങ്കാളികളാകുവാനോ അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരമൊന്നും കൈമാറ്റം ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അദ്ദേഹത്തെ അനുസരിക്കുക എന്നത് മാത്രമായിരിക്കും റെസ്പോൺസിബിലിറ്റി. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ആര് തന്നെയായിരിക്കും, ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് തന്നെയായിരിക്കും നിയന്ത്രിക്കുന്നത്. കാരണം എല്ലാ അധികാരവും അദ്ദേഹത്തിൽ തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഈ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് നൽകുന്ന ഓർഡറുകൾക്കും കമാൻഡുകൾക്കും അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ട റിവാർഡുകൾ, വേണ്ട ബെനിഫിറ്റുകൾ ഈ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് തന്നെയായിരിക്കും നൽകുക. ഇനി ഈ ഓട്ടോക്രാറ്റിക് ലീഡറിൻ്റെ കമാൻഡുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാത്ത സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ട പെനാൽറ്റീസ്, ഫൈൻസ് മുതലായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് നൽകുന്നതും ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് തന്നെയായിരിക്കും. ആ തരത്തിലുള്ള ഒരു ഏകാധിപത്യ നേതൃത്വ പദവിയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഈ ഓട്ടോക്രാറ്റിക് ലീഡറിലായിരിക്കും നിലനിൽക്കുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളിത്തം ഉണ്ടാവുകയില്ല. തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിന് വേണ്ട പോളിസീസ്, പ്ലാൻസ്, ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ഇവർ തന്നെയായിരിക്കും. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളെ നിയന്ത്രിച്ച് നടത്തുന്നത് ഈ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ആയിരിക്കും. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് നൽകുന്ന കമാൻഡുകൾക്ക് അനുസരിച്ചുകൊണ്ട്, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ കേവലം വർക്ക് ചെയ്യാനുള്ള അധികാരം മാത്രമേ അവർക്കുള്ളൂ. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ട റിവാർഡ്സ്, അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് സബോർഡിനേറ്റ്സിന് വേണ്ട പണിഷ്മെൻറ്റ്സ്, പെനാൽറ്റീസ് ഒക്കെ ചാർജ് ചെയ്യുന്നത് ഈ ഓട്ടോക്രാറ്റിക് ലീഡർ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് എനേബിൾ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം കേവലം ലീഡേഴ്സിൽ മാത്രമാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു അധികാരം സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദ ലീഡർ ഹു ഡിറ്റിഗേറ്റ് ടൈംസ്. അതായത് ലീഡർ തന്നെയാണ് ആ ഒരു ഗ്രൂപ്പിലെ ആളുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്
ഓരോ എംപ്ലോയീസും എന്തൊക്കെല്ലാം കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നീ സുപ്രധാന കാര്യങ്ങളും സുപ്രധാന തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്ന ആ ലീഡർ തന്നെയായിരിക്കും. ആ ഗ്രൂപ്പിലെ എംപ്ലോയീസ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിനു വേണ്ടിയുള്ള പ്ലാൻസ്, പോളിസീസ്, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും എംപ്ലോയീസുള്ള ആളുകളിൽ കൂടി അത് നിർവഹിക്കുകയും ചെയ്യുന്നത് ലീഡർ തന്നെ ആയതുകൊണ്ട് തന്നെ അയാൾക്കതൊരു സ്വയം മോട്ടിവേഷനായി മാറുവാനും അതുപോലെ തന്നെ എന്താണ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുവാനും കാരണമായി മാറുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് റിക്വയർ ലെസ് കോമ്പറ്റൻറ്റ് സബോർഡിനേറ്റ്സ് അറ്റ് ലോവർ ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉള്ളതെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള എംപ്ലോയീസിനെ വരെയും സ്വാധീനിക്കുവാനും അവരെ വരെയും അനുസരിപ്പിക്കുവാനും ഓരോരോ കാര്യങ്ങൾ അവരിൽ കൂടി പൂർത്തീകരിക്കുവാനും ലീഡറിന് സാധിക്കുന്നത് ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള എംപ്ലോയീസിനെ വരെയും സ്വാധീനിക്കുവാനും ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തന സജ്ജരാക്കി മാറ്റുവാനും ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് സാധിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം ലീഡറിന് തന്നെ ആയതുകൊണ്ട് അവർക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലീഡർമാർക്ക് ഓർഗനൈസേഷൻ്റെ ഗോളുകൾ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഗോളുകൾ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനും പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈൽഡ് പോസിറ്റീവ് റിസൾട്ട് വെൻ ദ ഗ്രേറ്റ് സ്പീഡ് ഈസ് റിക്വയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റിൽ ഏറ്റവും താഴെത്തട്ടിൽ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വലിയ കോമ്പറ്റേറ്റീവ് പവറുള്ള എംപ്ലോയീസ് അല്ല എങ്കിൽ അവരെ നയിക്കുവാനും അവരിൽ കൂടി ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യുവാനും സഹായിക്കുന്നത് എപ്പോഴും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആയിരിക്കും. കാരണം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് അല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ഗ്രൂപ്പിലും ഉള്ളതെങ്കിൽ അവരെ നയിക്കുന്ന അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്വയം തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ലീഡർ ആണെങ്കിൽ അവരിൽ ഈ ഇൻകോമ്പറ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ വർക്കേഴ്സിൽ കൂടി സബോർഡിനേറ്റ്സിൽ കൂടി ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യുവാനും മറ്റുള്ള പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായ രീതിയിൽ അവരിൽ കൂടി ചെയ്ത് പൂർത്തീകരിക്കുവാനും ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, നാലാമത്തെ പോയിന്റിൽ കൂടി പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം വേഗതയിൽ റിസൾട്ട് കിട്ടുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കാരണം ലീഡേഴ്സ് തന്നെ സ്വയം തീരുമാനമെടുത്ത് എന്ത് ചെയ്യുന്നു, ആ തീരുമാനങ്ങൾ അൺകോമ്പറ്റൻ്റ് ആയിട്ടുള്ള തങ്ങളുടെ സബോർഡിനേറ്റ്സിൽ കൂടി നടപ്പിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സുപ്പീരിയേഴ്സ് നൽകുന്ന കമാൻഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് വളരെയധികം വേഗതയിൽ വർക്ക് ചെയ്താൽ മാത്രം മതി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് തൽഫലമായിട്ട് വേഗതയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കുവാൻ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആ ഗ്രൂപ്പിലെ എംപ്ലോയീസിന് സാധിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് നേടിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു, ഇതെന്ന് പറയുന്നതിൽ ഒരു ഏകാധിപതിയെ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർമാർ പ്രവർത്തിക്കുന്നത്. അതിന് ചില ലിമിറ്റേഷൻസും ചില പോരായ്മകളുമുണ്ട്. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മയാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ദിസ് സ്റ്റൈൽ ലീഡ് ടു ഫ്രസ്ട്രേഷൻ, ലോ മൊറൈൽ, കോൺഫ്ലിക്റ്റ് എമംഗ് ദ സബോർഡിനേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് സബോർഡിനേറ്റ്സുള്ള എംപ്ലോയീസിനെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ പെനാൽറ്റീസും പണിഷ്മെൻറ്റും നൽകിയാണ് ഓരോരോ കാര്യങ്ങൾ സബോർഡിനേറ്റ്സിൽ കൂടി ചെയ്ത് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സുള്ള എംപ്ലോയീസിന് എപ്പോഴും നിരാശ, അവരിൽ ഒരു ഫ്രസ്ട്രേഷൻ എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സുള്ള ആളുകൾക്ക് സ്വയം ഒരു കാര്യം മുന്നിട്ടിറങ്ങി ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുവാനോ ഉള്ള ഒരു ആത്മധൈര്യക്കുറവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ തന്നെ സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സുമായിട്ടും എപ്പോഴും കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾ, വഴക്ക് എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പോരായ്മയാണ് ദ സബോർഡിനേറ്റ്സ് ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്. അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ യാതൊരു കാരണവശാലും അവരുടെ ജോലിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്, അവരൊരു കാര്യം മുൻകൈ എടുത്ത് ചെയ്യുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ജോലിയിൽ വളരെയധികം ഉത്തരവാദിത്ത കുറവും അവർ കാണിക്കാനുള്ള സാഹചര്യവുമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവർ സ്വയം മുന്നിട്ടിറങ്ങി ഒരു കാര്യം ചെയ്യുവാനോ അവരുടെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ സ്വയം മുന്നിട്ടിറങ്ങി പുതിയ മാർഗ്ഗങ്ങളിൽ കൂടി ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ജോലികൾ ചെയ്തു തീർക്കാൻ അവർ സ്വയം മുന്നിട്ടിറങ്ങുകയോ അല്ല എങ്കിൽ അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികളിൽ നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്ത ബോധം അവർ കാണിക്കുകയോ ചെയ്യാതെ വരും എന്നാണ് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് ഡസ് നോട്ട് യൂട്ടിലൈസ് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് സബോർഡിനേറ്റ്സ് ആൻഡ് ദെയർ ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതായത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ ബിസിനസ് ഓർഗനൈസേഷനിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളികളാക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കഴിവുകളോ അവരുടെ ഐഡിയാസോ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗപ്രദമാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവരിലുള്ള അവരുടെ കഴിവുകളെയോ അവരുടെ ആശയങ്ങളെയോ അവരുടെ അഭിപ്രായങ്ങളെയോ ഒരിക്കലും ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്രദമാക്കുന്നില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ഡു നോട്ട് ഗെറ്റ് എനി ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ്. അതായത് സബോർഡിനേറ്റ്സ് ഉള്ള ആ വ്യക്തികളെ, ഇതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തുടർച്ച തന്നെയാണ്. സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളെ ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയകളിൽ പങ്കാളികളാക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ കഴിവുകളോ പ്രകടിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ പുറത്തെടുക്കുവാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിവികാസം ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഉണ്ടാകുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് നേരെ എഗനസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ലീഡറിൻ്റെ ഒപ്പം തന്നെ തുല്യ പങ്കാളിത്തം അവിടുത്തെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും ഉണ്ടാകുന്നു. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും ലീഡറും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യത്തിൽ സബോർഡിനേറ്റ്സിനും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ സജഷൻസ്, അവരുടെ ഗ്രീവൻസ്, അവരുടെ ഒപ്പീനിയൻസ് എന്നിവ പറയുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലഭിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡറായിട്ടുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ സജഷൻസ്, അവരുടെ ഗ്രീവൻസ്, അവരുടെ ഒപ്പീനിയൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നു. അതിനുശേഷമാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ലീഡറായിട്ടുള്ള വ്യക്തി സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ഒപ്പീനിയൻസ് പറയുവാനും സജഷൻസ് മുന്നോട്ട് വയ്ക്കുവാനും അവരുടെ ഗ്രീവൻസ് എക്സ്പ്രസ് ചെയ്യുവാനുമുള്ള ഒരു അധികാരം സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒപ്പം തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ അവരുടേതായിട്ടുള്ള സജഷൻസ്, ഒപ്പീനിയൻസ്, ഗ്രീവൻസ് എന്നിവ എക്സ്പ്രസ് ചെയ്യുവാനും സുപ്രധാന തീരുമാനങ്ങളിൽ പങ്കാളികളാകാനുള്ള അധികാരം സുപ്പീരിയേഴ്സിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് കൈമാറ്റം ചെയ്ത് ലഭിക്കുന്നു. ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യമാണ് ദിസ് സ്റ്റൈൽ ഇംപ്രൂവ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് സബോർഡിനേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സ്റ്റൈൽസ് ഇസ് ഇംപ്രൂവ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പങ്കാളികളാക്കുന്നതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവരുടെ കഴിവും വർദ്ധിപ്പിക്കുവാനും അവരുടെ ജോലികൾ ചെയ്യുവാനുള്ള അവരുടെ ആത്മധൈര്യം കൂട്ടുവാനും സാധിക്കുന്നു. ദെൻ രണ്ടാമത്തെ കാര്യം ഇറ്റ് കൾട്ടിവേറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അവരുടെ കഴിവിനെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ആർക്ക്? സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ പറയുന്ന ഒരു പോയിന്റ് കൂടിയാണ് സുപ്പീരിയേഴ്സിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മസംതൃപ്തി അവർക്ക് ഉണ്ടാകുവാനും അതുപോലെ തന്നെ അവർക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു ആത്മധൈര്യം, ഓരോരോ കാര്യങ്ങൾ സ്വയം തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങി ചെയ്യുവാനുള്ള ഒരു ആത്മധൈര്യം സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകുന്നു. ഇതുകൂടാതെ തന്നെ എന്താണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, അവരുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സുപ്രധാന തീരുമാനങ്ങളെടുത്ത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുവാനുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതുമൂലം സാധ്യമാകുന്നു ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസോ ഇൻസ്ട്രക്ഷൻസോ ഗൈഡ് ലൈൻസോ ഓർഡറുകളോ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുവാനുള്ള സബോർഡിനേറ്റ്സിൻ്റെ ആ ഒരു ആ ഒരു വ്യഗ്രത ഇല്ലാതാക്കി മാറ്റുവാനും അത് അക്സെപ്റ്റ് ചെയ്യുവാനും ഉള്ള ഒരു ടെൻഡൻസി സബോർഡിനേറ്റ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കുവാനും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകളോ അല്ലെങ്കിൽ അവരുടെ കമാൻഡുകളോ എതിർക്കുവാനുള്ള ഒരു ടെൻഡൻസി സബോർഡിനേറ്റ്സിൽ നിന്നും ഇല്ലാതാക്കി മാറ്റുവാനും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് റെഡ്യൂസ് ദ ലേബർ ആബ്സെൻറ്റിസം ആൻഡ് ലേബർ ടേൺ ഓവർ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ലേബർ ആബ്സെൻറ്റിസവും അതുപോലെ തന്നെ ലേബർ ടേൺ ഓവറും ഇൻക്രീസ് ചെയ്യുന്നതും ഇല്ലാതാക്കി മാറ്റുവാൻ എന്ത് സഹായിക്കുന്നു? നമ്മുടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസിന് അവരുടെ ജോലികളുടെ അഭിപ്രായവും ഒപ്പീനിയൻസും സ്വയം ഡിസിഷൻസ് എടുക്കുവാനുള്ള അധികാരവും ലഭിക്കുന്നത് വഴിയും എന്താണ് സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസിന് കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. തൽഫലമായിട്ട് സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസ് ജോലി നിർത്തി പോകുന്നത് ഇല്ലാതാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ബിസിനസ് ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളുടെ കഴിവുകൾ കൂടുതൽ പരിശീലനം നൽകി വികസിപ്പിച്ചെടുക്കാൻ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് കൂടുതൽ സാധ്യമാകുന്നു. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ വിദഗ്ധരായിട്ടുള്ള എംപ്ലോയീസിനെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു. ഇതുവഴി ലേബർ ടേൺ ഓവർ ഇല്ലാതാക്കി മാറ്റാനും സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് എനേബിൾ ദ ലീഡർ ടു മൾട്ടിപ്ലൈ ഹിസ് എബിലിറ്റി ത്രൂ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹിസ് ഫോളോവേഴ്സ്. അതായത് ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ബിസിനസ് ഒരു ഗ്രൂപ്പിൻ്റെ സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവരുടെ കോൺട്രിബ്യൂഷൻസും ലഭിക്കുന്നു. തൽഫലമായിട്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന ലീഡർമാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കഴിവുകൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുവാനും അവരുടെ കഴിവുകൾ ഡബിളാക്കി മാറ്റുവാനും ഇതുമൂലം സാധ്യമാകുന്നു. കാരണം തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്നും ബെസ്റ്റായിട്ടുള്ള ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഐഡിയാസ് സ്വീകരിക്കുന്ന വഴി തങ്ങൾക്ക് ഇല്ലാത്ത ഒരു അറിവ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇതുമൂലം സാധ്യമാകുന്നു. ഇങ്ങനെ തങ്ങളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും കൂടുതൽ വലുതാക്കുവാനും ഇതുമൂലം സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് ഇൻക്രീസ് ദ കോർപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. നമുക്കറിയാം ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്നാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്ത് കാര്യങ്ങളും സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ പരസ്പരം സഹകരിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും അവർ ഒത്തൊരുമിച്ച് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എംപ്ലോയീസിൻ്റെ ഇടയിൽ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നു. തൽഫലമായിട്ട് സുപ്പീരിയേഴ്സും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, എംപ്ലോയീസിൻ്റെ ഇടയിലെ ഫ്രസ്ട്രേഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതൊക്കെ ഇല്ലാതാക്കി മാറ്റുവാൻ ഇത് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു. തൽഫലമായിട്ട് എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്താണ് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിന് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദിസ് സ്റ്റൈൽ ഇസ് ടൈം കൺസ്യൂമിങ്, ഇറ്റ് മേ റിസൾട്ട് ഇൻ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്ത് കാര്യത്തിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻസും കൂടി മാനേജ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്നു, അല്ലെങ്കിൽ ലീഡറായിട്ടുള്ള എംപ്ലോയീസ് ഉറപ്പ് വരുത്തുന്നു. സബോർഡിനേറ്റ്സും ലീഡറും ഒരുമിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ എല്ലാ സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തേണ്ടത് ലീഡറിൻ്റെ ഉത്തരവാദിത്തമാണ്. തൽഫലമായിട്ട് എല്ലാ എംപ്ലോയീസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുവാൻ വളരെയധികം സമയം ആവശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ സുപ്രധാന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത് അതിൻ്റെ ഫലം കിട്ടുവാൻ, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുവാൻ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം വൈകിയേ ലഭിക്കുകയുള്ളൂ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് മേ നോട്ട് ബി ഈൽഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട് വെൻ ദ സബോർഡിനേറ്റ്സ് ഡു നോട്ട് ഇൻട്രാക്ട് വിത്ത് ലീഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സുപ്പീരിയേഴ്സ് ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ മറ്റൊരു പോരായ്മയാണ് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇൻട്രാക്ഷനും ആവശ്യമാണ്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ, അവരുടെ അഭിപ്രായം പറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാൻ ഒരിക്കലും ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോരായ്മയാണ് കൺസൾട്ടേഷൻ മേ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എ സൈൻ
ഓഫ് ഇൻകോമ്പിറ്റൻസീസ് ദ പാർട്ട് ഓഫ് ദി ലീഡർ ടു ഡീൽസ് വിത്ത് പ്രോബ്ലംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലേ. സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷമാണ് സുപ്പീരിയർ എന്തെങ്കിലും കാര്യത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാവുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിക്കും തങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് കഴിവില്ലാത്തത് കൊണ്ടാണ് അയാൾ തങ്ങളെയും കൂടി ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കിയത് എന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു ഡബിൾ മീനിങ് ആര് കണ്ടെത്തും? സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പ്രോബ്ലംസിനെ തങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സുപ്പീരിയറിന് തങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ഒരു പ്രാപ്തി കുറവുള്ളത് കൊണ്ടാണ് അയാൾ തങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു ഡബിൾ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നാലാമത്തെ ഒരു പോയിൻ്റാണ്, ഇനി അടുത്തൊരു പോരായ്മയാണ് ഇറ്റ് റിക്വയർ കൺസിഡറബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പെർസുവാസീവ് സ്കിൽസ് ഓൺ ദ പാർട്ട് ഓഫ് ദി ലീഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ പോയിന്റിൽ കൂടി പറയുന്ന എന്തെന്ന് ഡിസഡ്വാൻറ്റേജിൽ കൂടി പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് സക്സസ്ഫുൾ ആകുന്നത് ഏതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിലും എന്ത് കാര്യത്തിലും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയും തുല്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തി രണ്ടുപേരും കൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒത്തൊരുമിച്ച് ഇന്ന് ഡിസിഷൻ എടുക്കുമ്പോഴാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സക്സസ്ഫുള്ളായി മാറുന്നത്. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡറിന് ഈ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ഉൾക്കൊള്ളിക്കുവാനുള്ള ഒരു സോഷ്യൽ സ്കില്ലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ആബ്സെൻസിൽ ഒരിക്കലും ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് സക്സസ്ഫുള്ളായി മാറുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്കില്ലില്ലാത്ത വ്യക്തിയോ, അതായത് മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുവാനുള്ള ഒരു ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാത്ത വ്യക്തിയോ ആണെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് സക്സസ്ഫുൾ ആയില്ല, ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല് സക്സസ്ഫുള്ളായി മാറുകയില്ല, എഫക്റ്റീവായി മാറുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഇപ്പോൾ മജോറിറ്റീസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റിയൻ ആൻഡ് ലേസ് ഫെയർ ലീഡർഷിപ്പ്. ഫ്രീ റെയിൻ ലേസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനേക്കാൾ കൂടി അല്പം കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റെയിൻ ലേസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലാക്കുവാനുള്ള എല്ലാ അധികാരവും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്ന് പറയുന്നത് ഫ്രീ റെയിൻ ലേസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ ലീഡറായിട്ടുള്ള വ്യക്തി ഒരിക്കലും ഒരു അധികാരമോ ഒരു പൊസിഷനോ ഹോൾഡ് ചെയ്യുന്നില്ല, കേവലം തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ അധികാരങ്ങളും തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് തങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ജോലികളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും അതനുസരിച്ച് നടപ്പിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജോലികൾ ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നുണ്ട്. കേവലം ഒരു സബോർഡിനേറ്റ്സിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട റിസോഴ്സുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് ലീഡർ ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് എൻഷുർ പോസിറ്റീവ് എഫക്ട് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൽ ഓഫ് സബോർഡിനേറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സിൽ നിന്നും തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരവും സബോർഡിനേറ്റ്സിലേക്ക് കൈമാറ്റം ചെയ്ത് ലഭിക്കുന്നതിനാൽ തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ജോലി ചെയ്യുവാനുള്ള ആത്മവിശ്വാസം, അവരുടെ ആ ആത്മധൈര്യം കൂടുകയും അതുപോലെ തന്നെ അവർക്ക് ജോലിയിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുകയും ചെയ്യും. അത് ഉറപ്പുവരുത്താൻ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് പ്രൊവൈഡ് മാക്സിമം പോസിബിൾ സ്കോപ്പ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സബോർഡിനേറ്റ്സ് ആണ്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ കഴിവുകൾ പരമാവധി വികസിപ്പിക്കുവാനും അത് പരമാവധി പ്രയോജനകരമാക്കി മാറ്റുവാനും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ സഹായിക്കുന്നു. ഇറ്റ് മേക്ക് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് സബോർഡിനേറ്റ്സ്, അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ മുഴുവൻ കഴിവുകളും ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ മൂലം സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകളാണ് പറയുന്നത്. സബോർഡിനേറ്റ് ഡു നോട്ട് ഗെറ്റ് ദ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ ലീഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് സബോർഡിനേറ്റ് ഡു നോട്ട് ഗെറ്റ് ദ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദി ലീഡർ. അതായത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ലീഡർ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൈകളിൽ നിന്നും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഓരോ ജോലിയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസോ ഗൈഡൻസോ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതുവഴി സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ സ്വയം തീരുമാനമെടുത്ത് സ്വയം മാർഗനിർദ്ദേശങ്ങൾ കണ്ടെത്തി സ്വയം ചെയ്യേണ്ടതായിട്ട് വരും. അത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പോരായ്മയാണ്. ദേ മേ മൂവ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ and may work at cross purpose which may create chaos. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ സ്വയം തീരുമാനം എടുത്താണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങളും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർഷിപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജോലികൾ എങ്ങനെയാക്കണമെന്നുള്ള തീരുമാനങ്ങൾ അവർ സ്വയം എടുക്കുന്നു, അതിനനുസരിച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ ഓർഗനൈസേഷൻ്റെ കോമൺ ഗോളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഗോളിൽ നിന്നോ അവർ വ്യതിചലിച്ച് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു. കാരണം ഇവർക്ക് ഗ്രൂപ്പിൻ്റെ അല്ല എങ്കിൽ അവർ നിലനിൽക്കുന്ന കൂട്ടത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്നും ഈ സബോർഡിനേറ്റ്സ് ഉള്ള എംപ്ലോയീസ് വ്യതിചലിച്ച് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. കാരണം വേണ്ടത്ര ഗൈഡ് ലൈൻസ് കൊടുക്കുവാനോ ഇവരെ ആ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് എത്തിക്കുവാനോ വേണ്ടത്ര ഒരു ലീഡർ അതിന് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി വരുന്ന മൂന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഇഗ്നോർ ദ ലീഡർ കോൺട്രിബ്യൂഷൻ ജസ്റ്റ് ആസ് എ autocratic style ignore the contribution of the subordinates. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലും അതുപോലെ തന്നെ ഈ ഒരു ലേസർ ഫെയർ ഓർ ഫ്രീ റിനൈൻ ലീഡർഷിപ്പ് സ്റ്റൈലിലും സുപ്പീരിയേഴ്സ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ലീഡറായിട്ടുള്ള ആളുകൾ യാതൊരു കാരണവശാലും ഒരു ഡിസിഷൻസിലും അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയകളിലും ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്താറുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്, അതായത് പാർട്ടനലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർ എന്ന് പറയുന്നത് ഒരു കുടുംബനാഥനാണ്. ഹീസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി. അദ്ദേഹമാണ് ആ ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് കരുതപ്പെടുന്നു. ദെൻ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണ്ട എംപ്ലോയീസ് ഉള്ള ആളുകളുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു ലീഡറായിരിക്കും. ഇപ്പോൾ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കുടുംബനാഥനായിരിക്കും തങ്ങളുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് അവരെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ ഒരു പാർട്ടനലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലീഡറായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്റ്റോപ്പ് ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹമായിരിക്കും അതിൻ്റെ ഒരു ആ ഒരു ഗ്രൂപ്പിൻ്റെ നാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരിക്കും ബാക്കിയുള്ള എല്ലാ സബോർഡിനേറ്റ്സ് മെമ്പേഴ്സിനും വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ കൊടുക്കുന്നത്. അവരുടെ താല്പര്യങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തുന്നത് അദ്ദേഹമായിരിക്കും എപ്പോഴും ആ സബോർഡിനേറ്റ്സ് എംപ്ലോയീസ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മൾ പാർട്ടനലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫാമിലി പോലെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പാർട്ടനലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ ലീഡറായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ എപ്പോഴും ഹാപ്പി ആയിട്ട് വയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡറിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് കൊണ്ടായിരിക്കും ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ച് ചെയ്യുന്നത്. അദ്ദേഹം നൽകുന്ന ഓർഡറുകളായിക്കോട്ടെ കമാൻഡുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ അനുസരിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് കൊണ്ടും ഇദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടുമായിരിക്കും. സാധാരണ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ജപ്പാനിലാണ് ഒറിജിൻ ചെയ്ത് വന്നത്. ജപ്പാനിലൊക്കെയുള്ള വ്യവസായ സംരംഭങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വളരെയധികം
വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അതാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു കുടുംബം, ഒരു ഫാമിലി പോലെ ഒരു കുടുംബനാഥൻ ഉണ്ടാകും. അതുപോലെ അതിന് ഒരു ഫാമിലിയിൽ ഒരു കുടുംബനാഥൻ ഉണ്ട്. അദ്ദേഹമാണ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ ഹാപ്പിനെസ് എപ്പോഴും കീപ്പ് ചെയ്ത് നിർത്തുകയും അവരെപ്പോഴും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ലീഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫാമിലി പോലെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണിത്. ഇവിടെ ആ ലീഡർ ആയിരിക്കും മെമ്പേഴ്സായിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവരെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുകയും ചെയ്യുന്നത്. അവരെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ടായിരിക്കും സുപ്രധാന ഡിസിഷൻസ് മേക്കിങ്സ് എല്ലാം ചെയ്യുന്നത്. ഈ ഗ്രൂപ്പുള്ള മെമ്പേഴ്സ് ഈ ലീഡറോടുള്ള ബഹുമാനാർത്ഥമായിരിക്കും ലീഡർ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും അനുസരിക്കുകയും അതിനനുസരിച്ച് വർക്കുകൾ ചെയ്യുകയും ചെയ്യുന്നത്. ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.